3D ഹോം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു 3D വിഷ്വലൈസർ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായി ഉപയോഗിക്കേണ്ട ടൂൾസുകളുടെ ഷോർട്ട് കീ ആണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് അതായത് ഒരു 3D ഫയലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാളോ അല്ലെങ്കിൽ ഈ സ്ലാബോ ഹൈഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ സ്ലാബാണ് ഹൈഡ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി സ്ലാബ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഹൈഡ് സെലക്ഷൻ എന്ന ഓപ്ഷൻ കാണാം. ആ ഹൈഡ് സെലക്ഷന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ആ സ്ലാബ് ഹൈഡ് ആയതായിട്ട് കാണാവുന്നതാണ്. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് 3 ടൂൾസാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് മൂവബിൾ ടൂളും റൊട്ടേറ്റും അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്കെയിൽ ടൂളും. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കീ ആണ്, മൂവബിളിൻ്റെ ഷോർട്ട് കീ ആണ് കീബോർഡിൽ W, റൊട്ടേറ്റിൻ്റെത് ഇയും സ്കെയിലിൻ്റെ ആറും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം നിങ്ങൾ സ്ക്രീനിൽ നിങ്ങളെ ഡിസൈൻ ചെയ്ത ഭാഗം പുറം ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉൾഭാഗം കാണണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാളോ അല്ലെങ്കിൽ മെയിൻ സ്ലാബോ നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളെ ഏതാണോ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ടത് അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഹൈഡ് സെലക്ഷൻ എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ട ഭാഗം ഹൈഡ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലാന്റ് കാണാം. അത് വലുതാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് ഒന്ന് ജസ്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കെയിൽ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി അതിൻ്റെ ഷോർട്ട് കീ ആണ് കീബോർഡിൽ 6. അതായത് അക്കം 6 അല്ല, അക്ഷരമാലയിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 6. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്കെയിലിൻ്റെ ചിഹ്നം ചേഞ്ച് ആയതായിട്ട് കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ അമർത്തി പിടിച്ചിട്ട് നിങ്ങൾക്ക് മൂവിനെ വലുതാക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കൂട്ടി മൂവ് ചെയ്യിക്കാവുന്നതാണ്. കുറക്കണമെന്നുണ്ടെങ്കിൽ മൈനസ് ചെയ്ത് കുറക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ. അതിനുശേഷം നിങ്ങൾക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യണം. അതിൻ്റെ ഓപ്ഷനാണ് കീബോർഡിൽ ഈ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് റൊട്ടേറ്റിൻ്റെ ചിഹ്നമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അടുത്തത് കീബോർഡിലെ F3, F4 ഇതിൻ്റെ പ്രയോജനങ്ങളാണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം F3 ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ മാറ്റം. അപ്പോൾ F3 ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് F3 ക്ലിക്ക് ചെയ്താൽ ഇത് സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് മെറ്റീരിയലും ഒക്കെ ഹൈഡായിട്ട് നിങ്ങൾക്കൊരു ലൈൻസിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത ഭാഗങ്ങൾ കാണാവുന്നതാണ്. ഇനി അത് F3 ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ വീണ്ടും പഴയമാതിരി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ F4 ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ മാറ്റം ഞാൻ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ. ഇപ്പോൾ F4 ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കണ്ടില്ലേ, നേരത്തെ മെറ്റീരിയൽ F3 ക്ലിക്ക് ചെയ്തപ്പോൾ മെറ്റീരിയൽ ഫുള്ള് ഹൈഡായിട്ടായിരുന്നു ലൈൻ കാണിച്ചിരുന്നത്. F4 ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയലും കാണാം, അതേപോലെ തന്നെ
അതിലുള്ള ലൈൻസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് 3D ഫയലിൽ കാണുന്ന, സ്ക്രീനിൽ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ 3D ഫയലിൽ കാണുന്ന ഈ ലൈറ്റും, ഒരുപാട് ലൈറ്റുകൾ കാണാം, അതേപോലെ തന്നെ ക്യാമറയും കാണാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യാമറയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം എന്നതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ സ്ക്രീനിൻ്റെ, അതായത് മോഡിഫയർ ലിസ്റ്റിൻ്റെ ആ ഭാഗത്ത്, അതായത് ഞാൻ മൗസ് കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ 5ാമത്തെ ടൂൾസ്, അതായത് ഡിസ്പ്ലേ എന്നൊരു ഓപ്ഷൻ കാണാം. ആ ടൂൾസ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് 2ാമത്തെ ഓപ്ഷൻ കാണാം, ഹൈഡ് ബൈ കാറ്റഗറി. അതിൽ ലൈറ്റും ക്യാമറയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ലൈറ്റിൻ്റെ നേരെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക. അതേസമയം നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ അത് ഹൈഡ് ആയതായിട്ട് കാണാവുന്നതാണ്. ഇനി ക്യാമറയും ഞാൻ സെലക്ട് ചെയ്യാൻ, ആ ടിക്ക് ചെയ്യാണ്. അപ്പോൾ ക്യാമറ ടിക്ക് ചെയ്യുമ്പോൾ സ്ക്രീനിൽ അത് ഹൈഡ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആവശ്യം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് ടിക്ക് ഒഴിവാക്കിയാൽ പഴയ മാതിരി തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ സ്ക്രീനിലൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. അപ്പോൾ അതും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി സ്ക്രീനിൽ കാണുന്ന പോലെ എങ്ങനെ ചലിപ്പിക്കാം എന്നതാണ്. അതായത് നിങ്ങളുടെ 3D ഫയൽ എങ്ങനെ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ കീബോർഡിൽ ആൾട്ട് അമർത്തി പിടിക്കുക. അതേസമയം തന്നെ മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ അമർത്തി പിടിക്കുക. എന്നിട്ട് മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. അടുത്തത് കൺട്രോൾ സെറ്റിൻ്റെ ഉപയോഗമാണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒരു ഒബ്ജക്റ്റ് ഡിലീറ്റ് ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക, ഞാൻ ഈ ബുക്ക് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത് അത് ആവശ്യമുള്ളതായിരുന്നു എന്ന്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ തന്നെ കൂടുതൽ ടൈം എടുക്കരുത്, കൺട്രോൾ സെറ്റ് അടിക്കുക. അപ്പോൾ ആ ഒബ്ജക്റ്റ് വീണ്ടും അവിടെ വന്നതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ കൺട്രോൾ സെറ്റ് അടിക്കുമ്പോൾ അടുപ്പിച്ച് 2-3 പ്രാവശ്യം നിങ്ങൾ കൺട്രോൾ സെറ്റ് അടിച്ചാൽ ആ മാക്സ് ഫയൽ ഡൗൺ ആകാൻ സാധ്യത ഏറെയാണ്. അത് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. അതുകൊണ്ട് നിങ്ങൾ കൺട്രോൾ സെറ്റ് ഒരുപാട് അടിക്കാതെ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഇനി നിങ്ങളുടെ 3D ഫയൽ സൂം ഔട്ടും സൂം ഇന്നും ആക്കുന്നത് എങ്ങനെയാണെന്നതാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കീബോർഡിൽ കൺട്രോളും ഹാൾട്ടും ഈ 2 ബട്ടണും അമർത്തി പിടിച്ചതിന് ശേഷം അതേ സമയം തന്നെ മൗസിൻ്റെ സ്ക്രോൾ ബട്ടണും അമർത്തി പിടിക്കുക. അതിനുശേഷം മൗസ് മുൻപോട്ടാക്കിയാൽ അത് നമ്മളെ ഫയൽ വലുതായിട്ട് കാണാവുന്നതാണ്. അതേപോലെ തന്നെ മൗസ് പിറകോട്ടാക്കിയാൽ സൂം ഔട്ട് ആവുന്നതായിട്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ കാണാവുന്നതാണ്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമാവുന്നതുമാണ്. അടുത്തതായിട്ട് സ്ക്രീനിൽ കാണുന്ന 3D ഫയലിൽ ഒരുപാട് മെഷ് ഫയൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഉദാഹരണത്തിനായിട്ട് ഈ ടേബിള് ഇവിടെ നിലനിർത്തിയിട്ട്, അതായത് സ്ക്രീനിൽ ഇവിടെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഹൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഹൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു മെഷ് ഫയൽ സെലക്ട് ചെയ്യുകയാണ്. അതായത് ഈ ടേബിളും ഈ ബുക്കും ഞാൻ സെലക്ട് ചെയ്തു. ഇനി ബാക്കിയുള്ളതൊക്കെ ഹൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി കീബോർഡിൽ ആൾട്ട് Q ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടാൽ നമ്മൾ സെലക്ട് ചെയ്തത് മാത്രം അവിടെ സ്ക്രീനിൽ നിലനിർത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം ആ ഫയലിൽ നിന്ന് ഹൈഡ് ആയതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള മെഷ് ഫയലും
ടൂൾസും കാര്യങ്ങളൊക്കെ പഴയ മാതിരി ആക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് പോവുക, അൺഹൈഡ് ഹാൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് സ്ക്രീനിൽ. ബാക്കിയുള്ളതൊക്കെ പഴയ പോലെ വന്നതായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് റെൻഡർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ റെൻഡർ ചെയ്യുന്നത് നമുക്ക് സ്ക്രീനിൽ ഓൾറെഡി നമുക്ക് റെൻഡർ കറണ്ട് ഫ്രെയിം എന്ന് കൊടുത്താൽ നമുക്ക് കിട്ടും. പക്ഷേ ഷോർട്ട് കീ ആയിട്ട് അത് എങ്ങനെ ഷോർട്ട് കീ അതിനുമുണ്ട് ഷോർട്ട് കീ. അത് ഏതാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം. അതിനു വേണ്ടി ഞാൻ ക്യാമറ സെലക്ട് ചെയ്തു. അപ്പോൾ ക്യാമറ വ്യൂവിൽ എടുത്തു, എന്നിട്ട് ഷിഫ്റ്റ് ക്യൂ. ഓക്കെ, ഷിഫ്റ്റ് ക്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ആ വ്യൂ റെൻഡർ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പുതിയ ടിപ്സുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.